പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ടി വിയിൽ കൂടിയും നിങ്ങളുടെ മൊബൈലിൽ കൂടി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്ന എല്ലാവരുമേ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ ഇന്ന് പകൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ സന്ദേശം മുഴുവനുമായി കേൾക്കുക. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അളവറ്റ കൃപ എനിക്കും അനുഭവിപ്പാൻ സാധിച്ചു. ആ സ്നേഹം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ് രക്ഷ, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് രക്ഷ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവം മനുഷ്യന് നൽകിയ രക്ഷയാണ്. നിങ്ങൾക്കറിയാമോ ദൈവം മനുഷ്യന് എങ്ങനെ രക്ഷ നൽകിയെന്ന്? ദൈവം തൻ്റെ സ്വന്തം പുത്രനെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ തൻ്റെ സ്വന്തം ഓമനകുമാരനെ ഭൂമിയിലേക്ക് അയച്ചു. ഈ മാനവരാശിയുടെ പാവങ്ങളെ തൻ്റെ ചുമലിന്മേൽ ചുമന്നു കാൽവരി ക്രൂശിൽ അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3 നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും പക്ഷവാദം ചെയ്യും. ഈ ദൈവത്തെ, ഈ കർത്താവിനെയാണ് നാം ഇന്ന് ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവത്തെ അറിയുവാനാണ്, ആ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാനാണ് നാം ഇന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് സുവിശേഷം? എന്താണ് രക്ഷ? പാപിയായ മനുഷ്യന് ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? നാം രക്ഷിക്കപ്പെടുന്ന സമയം മുതലാണ്. രക്ഷ നാം എന്താണെന്ന് അറിയുക, രക്ഷിക്കപ്പെടേണ്ട ആവശ്യകത എന്താണെന്ന് അറിയുക. രക്ഷ എന്ന് നാം പറയുന്നത് നിത്യമായ രക്ഷയാണ്, നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്, പാപമോചനമാണ്, സ്വർഗം പ്രാപിക്കുന്നതാണ് രക്ഷ, നിത്യമായ രക്ഷ. നരകത്തിന് അവകാശികളായ മനുഷ്യരെ ദൈവം അവിടെ നിന്ന് വിടുവിച്ച് സ്വർഗത്തിന് അവകാശികളാക്കുക എന്നതാണ് രക്ഷ. പാപികളായ നമ്മെ നീതിമാന്മാരും വിശുദ്ധന്മാരുമായി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് രക്ഷ. അന്ധകാരത്തിന്റെ പൈശാചിക ശക്തികളിൽ അകപ്പെട്ടിരുന്ന നമ്മെ അതിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് ദൈവമില്ലാത്തവരായ നമ്മെ ഈ ഭൂമിയിൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് നടന്നിരുന്ന നമ്മെ, സ്നേഹത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതിരുന്ന നമ്മെ അതിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് സ്വർഗത്തിന് അവകാശികളായി തീർത്ത നമ്മുടെ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് പറയുവാനാണ് നാം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് രക്ഷ എന്ന് പറയുമ്പോൾ? രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ശിക്ഷിക്കപ്പെടേണ്ടായ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. നരകമാണ് ശിക്ഷ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ എന്നുള്ള വിടുതൽ. നാം ആരാണെന്ന് അറിഞ്ഞു മനസ്സിലാക്കി ഭൂമിയിൽ ഓരോ ചുവടുകൾ വെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി, ദൈവമേ നന്ദി, നന്ദി ദൈവമേ, എനിക്ക് പുതിയ ദിവസത്തിന് നന്ദി. ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ചൂടിൽ നിന്ന് പകർക്കി വെക്കുമ്പോൾ ദൈവമേ അങ്ങ് എന്നെ നയിക്കണമേ, അങ്ങയുടെ കൃപ എന്നിൽ പൊതിയണമേ. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറുവാൻ സാധിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കും. എങ്ങനെയാണ്
യേശു രക്ഷിക്കുന്നത്. രക്ഷ എങ്ങനെയാണ് യേശു നമുക്ക് തരുന്നത്? നാം ചെയ്ത പാപത്തിന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ അവിടുന്ന് ഏറ്റെടുത്ത് നമുക്കായി മരിച്ച് അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്കായി ഒഴുക്കിയതിനാൽ രക്ഷയുടെ വഴി തുറക്കപ്പെട്ടു. രക്ഷ പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമെന്ന് നാം ഏറ്റുപറയണം. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കണം. യേശുവുള്ള വിശ്വാസം നമുക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നമ്മൾ യേശുവിലുണ്ടാകുന്ന അചഞ്ചലമാകുന്ന വിശ്വാസത്തിൽ നാം മുറുകെ പിടിക്കണം. നമ്മുടെ പാപങ്ങൾ യഹോവയുടെ മുമ്പാകെ ഇരിക്കും. നമ്മുടെ പാപങ്ങൾ യഹോവയുടെ മുമ്പാകെ ഇരിക്കുന്നു. നമ്മുടെ സകല പാപങ്ങളും ദൈവം തന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ പാപങ്ങൾ ഇവിടെ വചനത്തിൽ വായിക്കുന്നത്, സങ്കീർത്തനം 98 വായിക്കുന്നത് അവന്റെ മുമ്പാകെ ഇരിക്കുന്നു എന്നാണ്. നമ്മുടെ രഹസ്യ പാപങ്ങൾ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചുമിരിക്കുന്നു. അവനിൽ നിന്ന് ഒളിക്കുവാൻ ഒന്നും സാധിക്കത്തില്ല. അവനിൽ നിന്ന് ഒന്നും മറയ്ക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. അവനെ കളിപ്പിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ആ യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനേക പ്രശ്നത്തിന് മധ്യയിലായിരിക്കാം, അനേക പ്രതികൂലങ്ങളുടെ മധ്യയായിരിക്കാം. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കൂ. നാം വചനത്തിൽ വായിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധത്തിനുള്ള വിടുതൽ ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസത്തിനുള്ള വിടുതൽ ലഭിക്കും. ന്യായപ്രമാണത്തിനുള്ള വിടുതൽ ലഭിക്കും. ശാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കും. മരണഭയത്തിനുള്ള വിടുതൽ ലഭിക്കും. അടിമത്തിനുള്ള വിടുതൽ ലഭിക്കും. നിത്യനരകത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ലഭിക്കണമെങ്കിൽ എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ സ്നേഹിച്ചു. എത്ര പേർക്ക് ഇന്ന് ആ സ്നേഹം രുചിച്ചറിയണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിലേക്ക് കടന്നു വരിക, കർത്താവിൽ വിശ്വസിക്കാം? ഞാൻ പറഞ്ഞ പോലെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. എല്ലാവരും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ, സ്വർഗത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, പാപിയായ എന്നെ അങ്ങ് സ്നേഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, എൻ്റെ പാപത്തെ അങ്ങ് വിടുവിച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയിൽ വിശ്വസിപ്പാൻ, എൻ്റെ രക്ഷിതാവാണെന്ന് കർത്താവെ പൂർണ്ണമായി അംഗീകരിപ്പാൻ, ഹൃദയം കൊണ്ട് അങ്ങ് വിശ്വസിക്കുവാൻ കർത്താവെ അടിയൻ തീരുമാനമെടുക്കുന്നു. എന്നെ രക്ഷിക്കണമേ, എന്നെ കരുതണമേ, നിത്യനായവിൽ എന്നെ വിടുവിക്കണമേ. കർത്താവെ, എന്നോട് അലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഒരു നിമിഷം മാറ്റിവെച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ഭർത്താവിനിൽ, നിങ്ങളുടെ ഭാര്യയിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും
എന്നും എന്നേക്കും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.